ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഒരു വെറൈറ്റി ഫിഷ് ഫ്രൈ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമാവും. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നതിനുള്ള ഐറ്റംസ് എടുക്കാനായിട്ട് നമുക്ക് പുറത്തോട്ട് പോകാം. അപ്പോൾ നമ്മൾ പറമ്പിലോട്ട് ഇറങ്ങി നേരെ കുരുമുളക് കുറച്ച് എടുക്കുന്നുണ്ട്. പച്ച കുരുമുളകാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് പച്ചമുളകാണ്, വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. ഇതിൻ്റെ ആവശ്യമില്ല, ഞാൻ കണ്ടപ്പോൾ പഴുത്തു നിന്നതുകൊണ്ട് ഒന്ന് എടുത്തതന്നേ ഉള്ളൂ. നിങ്ങളെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തതന്നേ ഉള്ളൂ. ഇതിൽ നിറയെ നിൽപ്പുണ്ട് കേട്ടോ. ഒരു ചെറിയ ചെടിയാണ്, പക്ഷേ നിറയെ പച്ചമുളക് പിടിച്ച് കിടപ്പുണ്ട്. ഇത് ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ കൃഷിയാണ് ഇതൊക്കെ. നമുക്ക് പച്ചക്കുരുമുളകും കാന്താരിയാണ് വേണ്ടത്. അപ്പോൾ കുറച്ച് കാന്താരിയും കൂടെ എടുക്കാം. കാന്താരി ഇതിൽ കുറച്ചേ ഉള്ളൂ, പിന്നെ കുഞ്ഞുള്ളതുകൊണ്ട് എരി കുറച്ച് മതി. അതുകൊണ്ട് ഞാൻ കുറച്ച് കാന്താരി എടുക്കുന്നുള്ളൂ. ഇതിപ്പോൾ പച്ച കാന്താരി കുറവാണ്, അതുകൊണ്ടാണ് പഴുത്ത് എടുക്കുന്നത്. പച്ച കാന്താരി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് പച്ച കാന്താരി എടുക്കാം. ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും വേണോ എത്ര രാത്രി ആയാലും എടുക്കാം. ഇത് ഞങ്ങൾ രാത്രിയിലാണ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഈ പാചകമൊക്കെ. കുറച്ച് കറിവേപ്പിലയും കൂടെ എടുക്കാം. ഇതും നമുക്ക് ഫ്രഷായിട്ട് ഒടിച്ചെടുക്കാം, കുഴപ്പമൊന്നുമില്ല. രാത്രി ആയതുകൊണ്ടാണ് വീഡിയോയിലൊരു ക്ലിയറായിട്ട് കാണാൻ പറ്റാത്തത്. മീൻ ഞാൻ നേരത്തെ തന്നെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, വരഞ്ഞ് വെച്ചിട്ടുണ്ട്. നല്ല അയലയാണ്. അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ട് വന്ന പച്ച കാന്താരിയും പച്ച കുരുമുളകും കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് ഒന്ന് ചതച്ചെടുത്തിട്ട് നമുക്ക് ഈ മീനിലോട്ട് പുരട്ടി 10 മിനിറ്റ് വയ്ക്കാം. നമുക്കിനി ഒരു വാഴയിലയുടെ ആവശ്യമുണ്ട്. ഇത് എന്തിനാണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഒരു വാഴയിലയും കൂടെ എടുത്ത് വെച്ചേക്കണം. കപ്പ ഞാൻ പൊളിച്ച് കഴുകി വെച്ചിട്ടുണ്ട്. മൺകലത്തിലാണ് ഞാൻ വയ്ക്കുന്നത്, കുറച്ച് എടുക്കുന്നുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് കപ്പ നമുക്ക് പുഴുങ്ങാൻ എടുക്കാം. ഇത് ഹസ്ബൻഡിൻ്റെ പാചകമാണ് കേട്ടോ. കുറച്ച് പൊട്ടറ്റോയും മല്ലിയിലയും ഉള്ളിയും ഒന്ന് നമ്മുടെ ദോശക്കല്ലിൽ ഗ്രില്ല് ചെയ്ത് എടുക്കുന്നതാണ്. ഇച്ചിരി ഉപ്പും കുരുമുളകും മാത്രമേ ഇടുള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് അത് അങ്ങനെ കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നും നമ്മൾ മെഴുക്കുവരട്ടിയും തോരനും അങ്ങനത്തെ ഐറ്റംസ് അല്ലേ കഴിക്കണം. അപ്പോൾ ഇടയ്ക്ക് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയും ചെയ്ത് കൊടുക്കണം. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും അതൊക്കെ ഇഷ്ടപ്പെടും. അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് ടേസ്റ്റ് വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും. എന്നും നമ്മൾ ഒരുപോലെയല്ലേ ട്രൈ ചെയ്യണം. അപ്പോൾ തോരനും മെഴുക്കുവരട്ടിയൊക്കെ മാറ്റിയിട്ട് ഈ ഒരു രീതിക്കൊക്കെ ഒന്ന് ഗ്രില്ലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിവിടെ കപ്പ എടുത്തു, ആവശ്യത്തിനുള്ള കപ്പ എടുത്ത് റെഡിയാക്കി നമുക്കത് പുഴുങ്ങാൻ വയ്ക്കാം. നമ്മുടെ മീൻ അവിടെ മസാല പിടിക്കാനായിട്ട് നമ്മൾ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വേകുന്ന കപ്പയാണ് കേട്ടോ. ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ കപ്പ പാചകം ചെയ്യാനായിട്ട്. അപ്പോൾ കപ്പയെല്ലാം ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് ഗ്യാസിലോട്ട് വെച്ച് ഇനി ഇത് നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ നമ്മുടെ പൊട്ടറ്റോ ഗ്രില്ലെല്ലാം റെഡി ആയിട്ടുണ്ട്. ആ ദോശക്കല്ലിൽ തന്നെ നമ്മൾ പൊട്ടറ്റോ എല്ലാം മാറ്റിയിട്ട് മീൻ ഗ്രില്ല് ചെയ്ത് എടുക്കാൻ പോകുന്നു. അപ്പം അതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇത് വാഴയില വെച്ച് മൂടി വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ തിരിച്ചും മറിച്ച് വിട്ട് നമ്മൾ സാധാരണ മീൻ വറുക്കും പോലെ പൊള്ളിച്ചെടുക്കണം. ഇതിപ്പോൾ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മുകളിൽ കൂടെ കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ മതിയാവും. കുറച്ച് മുകളിൽ കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടെ മറിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കുരുമുളകിൻ്റെ മണവും കാന്താരിയുടെ മണമൊക്കെ ആയിട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കപ്പയും റെഡി ആയിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ അപ്പം ചൂട് കപ്പയും മീനും പൊള്ളിച്ചതും പയർ മെഴുക്കുവരട്ടിയും നല്ല അച്ചാറും മീൻകറിയും ഒക്കെയാണ്. അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. അതെന്താണെന്നൊന്ന് കണ്ടു നോക്കണേ. മിക്കവാറും എല്ലാവരുടെ വീട്ടിലുമൊക്കെ ഉണ്ടാവും. നല്ല മുളകൊക്കെ കിട്ടുന്ന വീട്ടിലൊക്കെ ഇതുണ്ടാവും. നല്ല മീൻകറിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഇതാണ് കേട്ടോ. നാരങ്ങയും കാന്താരിയും ഉപ്പിലിട്ടതാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം ചൂടോടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളുടെ വീട്ടിലും എന്തൊക്കെയാണ് സ്പെഷ്യൽ? ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ വീണ്ടും കാണുന്നതുവരേക്കും എല്ലാവർക്കും ഗുഡ് നൈറ്റ്.